ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ വിക്രമിന് ഒട്ടും സഹിക്കാൻ പറ്റണില്ല. വേദ പോയാണ്. ശ്രീനിവാസൻ സാർ ഓരോന്ന് പറയുമ്പോഴും വിക്രത്തിൻ്റെ മനസ്സ് മുഴുവൻ വേദയാണ്. അവൾ പോട്ടട, അവൾ വരും, അവൾ നിന്നെ തിരഞ്ഞ് വരട്ടെ എന്നൊക്കെ പറയുമ്പോഴും വിക്രത്തിനാണെങ്കിൽ ഒട്ടും മനസ്സമാധാനം കിട്ടുന്നില്ല. ഇങ്ങനെ വിഷമിച്ചിരിക്കണേ കണ്ടിട്ട് നമ്മുടെ സുധാകരൻ മാഷും വിക്രം കൂടി ഒന്നും കൂടി വേദയെ കാണാൻ പോകുന്നുണ്ട്, വേദയെ വിളിക്കാൻ പോകുന്നുണ്ട്. അവൾ വെച്ചിട്ട് അവൾ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഞാനൊന്ന് വേദയോട് സംസാരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്തായാലും വേദയോട് പറയുന്നുണ്ട്, ഇത്രയും ദിവസം നീ എൻ്റെ ഭാര്യയായിട്ട് കഴിഞ്ഞതല്ല, ആ അവകാശത്തിൽ നിന്നെ തിരിച്ച് വിളിക്കാൻ വന്നതാണ്, എന്താ നിനക്ക് സംഭവിച്ചതെന്നൊക്കെ പറയുമെന്ന് പറയേണ്ട. ആ സമയത്ത് വേദ പറയുന്നുണ്ട്, ഇത്രയും ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത് കേൾക്കണം, ഞാൻ എന്തായാലും ആ അവകാശത്തിൽ എന്നെ വിളിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സങ്കടത്തിൽ വിക്രം താഴത്തേക്ക് ഇറങ്ങിപ്പോണ്ട്. വിക്രത്തിനാണെങ്കിൽ വല്ലാത്ത വിഷമം വരുന്നുണ്ട്. ആ സമയത്ത് സുധാകരൻ മാഷ് വേദയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയ, എന്താ മോളെ നീ എന്നോടെങ്കിലും പറയുമെന്ന് പറയുന്നുണ്ട്. എല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അച്ഛാ ഞാനിങ്ങനെ ചെയ്തത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരുടെ സങ്കടം കാണേണ്ടി വരും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നത്. അതോട് സുധാകരൻ മാഷിന് മനസ്സിലാവുന്നുണ്ട്, ഓ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, വേദ വെറുതെ അല്ല തെറ്റിപ്പോകുന്നതിന് എന്തോ വേറെ പ്രശ്നമുണ്ട്, ഇത് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ വേദയും വിക്രമും ഇങ്ങനെ ഓരോന്നും ആലോചിക്കേണ്ട, അവർ സന്തോഷമായി കഴിഞ്ഞതൊക്കെ ആലോചിക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് ഒരു ഇലക്ഷൻ്റെ തിരക്കിൽ നമ്മുടെ വിക്രത്തിന് ആരോ കത്തി കൊണ്ട് കുത്തുന്നുണ്ട്, അത് സഹിക്കാൻ പറ്റാതെ വേദ എന്തായാലും തിരിച്ചു വരുന്നുണ്ട്. വേദ എന്തായാലും തിരിച്ചു വരും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.